പന്തീരങ്കാവിന് സമീപം അത്താണി പനമരം റോഡിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ്. റോഡിൽ വെള്ളം കെട്ടിക്കിടന്നതോടെ വലിയ ഗർത്തങ്ങളും രൂപപ്പെട്ടിട്ടുണ്ട്. നിരവധി വാഹനങ്ങളും കാൽനടയാത്രക്കാരും ഉപയോഗിക്കുന്ന റോഡ് ഈ വിധം വെള്ളക്കെട്ടിലായിട്ട് മാസങ്ങളായി. വെള്ളം ഒഴുകിപ്പോകുവാനായി നിർമ്മിച്ച വഴികളെല്ലാം നിലവിൽ അടഞ്ഞു കിടക്കുകയാണ്. ദേശീയപാതയ്ക്ക് കുറുകെ ഈ ഭാഗത്ത് കൽവെട്ട് പണിതിട്ടുണ്ടെങ്കിലും വെള്ളം ഒഴിഞ്ഞു പോകുന്നില്ല. ഈ റോഡിന്റെ നിലവിലുള്ള ശോചനീയമായ അവസ്ഥയാണ്. നാട്ടുകാർക്ക് ഈ ഹൈവേ വന്നതിന് ശേഷം വളരെയധികം ദുരിതമാണ്. ഈ ചെറിയ മഴക്ക് കെട്ടിക്കിടക്കുന്ന വെള്ളമാണത്. ഇത് വാഹനങ്ങൾ അങ്ങോട്ട് കടന്നു പോകാൻ പറ്റില്ല. എത്രയോ സ്ത്രീകളും കുട്ടികളൊക്കെ വീണ് എല്ല് പൊട്ടിയ ആൾക്കാരൊക്കെ ഉണ്ട്. ഇതിന് നേരെ 100 വീട്ടുകാരുണ്ട്. ഈ ഒരു മഴയോട് പോയാൽ എല്ലാ വീട്ടിലും വെള്ളം കയറും. ഇത് വളരെ മോശമായ ഭാഗത്തുനിന്നൊക്കെ ഒഴുകി വരുന്ന വെള്ളമാണത്. ഹൈവേന്റെ അതോറിറ്റി ഇത് ചെയ്ത് അതിന്റെ സ്ലാബ് നമ്മുടെ ഒഴിവേറുണ്ടാക്കിയിട്ട് ആ സ്ലാബ് അവിടെ ബ്ലോക്കായി കിടക്കുകയാണ്. അത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മളിത് പഞ്ചായത്തിൽ ബന്ധപ്പെട്ട് കുറച്ച് JCB കൊണ്ടുവന്ന് ഇതെല്ലാം ക്ലീനാക്കിയതാണ്. പക്ഷേ അഴുക്ക് മാലിന്യങ്ങളും ഒക്കെ അടിഞ്ഞുകൂടി ഈ ഓഴൊക്കെ അടഞ്ഞിട്ട് എന്നുള്ള ദുരിതമാണ്. ഞാൻ മടുത്ത് ഈ ഭാഗത്തുള്ള ആൾക്കാരെ. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ ഇതേപോലെ ചിന്തിക്കുന്നില്ല, പഞ്ചായത്ത് അധികൃതർ ചിന്തിക്കുന്നില്ല. പഞ്ചായത്ത് മെമ്പറത്തൊക്കെ ഞാൻ പലതവണ പരാജയപ്പെട്ടതാണ്. ഇവിടെ റോഡ് എന്നും കുഴിയാ. ഇവിടെ റോഡ് എത്താത്ത പ്രശ്നമുണ്ട്, അത് വേറെ കാര്യം. ഇപ്പോൾ വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴുക്കില്ല. ഇനിയിപ്പോൾ അവിടെ മണ്ണിടെ ഈ ഹൈവേന്റെ വർക്ക് നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട ഹൈവേ അധികാരികൾ ആരും കൂടി തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇനിയും വെള്ളക്കെട്ടിനാലുള്ള ദുരിതം സഹിക്കാനാവില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഈ റോഡ് മുൻകാലത്ത് ഉള്ള ഒരു താഴ്ന്ന സ്ഥലമാണിത്. ഇത് വേനൽക്കാലത്ത് യാതൊരു ബുദ്ധിമുട്ടില്ല. ഇപ്പൊ ഈ റോഡ് ഇങ്ങനെ ആവാൻ കാരണം ഈ തൊട്ടടുത്തുള്ള ആ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിന്റെ ശരിക്കും അതിന്റെ ഇത് മറികടന്നിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. അവിടെ പൈപ്പിട്ട് കംപ്ലീറ്റ് ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. ആ പൈപ്പിട്ട് ഫില്ലാക്കിയതുകൊണ്ട് വെള്ളം അങ്ങോട്ട് ഒഴിയുന്നില്ല. അതുകൊണ്ട് ഇത് സ്ഥലം ശരിക്കും ഹൈവേന്റെ സ്ഥലം നല്ല സ്ഥലം അങ്ങോട്ട് വിട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് അത് പരിഹരിച്ച് ഇല്ലെങ്കിൽ ഇവിടെ ഈ വെള്ളത്തിന്റെ ഈ ബുദ്ധിമുട്ട് ഒരു കാലത്തും നന്നാക്കാൻ കഴിയില്ല, ഒരു കാലത്തും നിൽക്കില്ല. അത് അതിന് വേണ്ടുന്ന എല്ലാ ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് റെസിഡൻസ് അസോസിയേഷനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അതൊരു വലിയ ഒരു സമര പരിപാടി അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ഒരു പരിപാടി ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഇത് അത്താണി പനമരം ഭാഗത്തേക്ക് പോകുന്ന പഴയ അറപ്പുഴ റോഡാണ്. പക്ഷേ ഈ ഹൈവേ വന്നതിന് ശേഷം ഇവിടെയുള്ള ജനങ്ങൾ വളരെ വലിയ കഷ്ടപ്പാടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ മഴ പെയ്തിക്കാൻ വെള്ളം ഇവിടെ നിൽക്കുന്നു. ഇപ്പം നിരവധി സ്ത്രീകളും കുട്ടികളും ഈ വെള്ളത്തിൽ ഇങ്ങനെ ദിവസം വീഴുന്ന ഒരു നിത്യക്കാഴ്ചയാണ്. ഞങ്ങള് കൂടാതെ ഈ ബണ്ട് റോഡ് ഈ ഹൈവേയിലേക്ക് ജോയിൻ ചെയ്യുന്ന സ്ഥലമുണ്ട്. 2 വർഷമായിട്ട് ഹൈവേ അത് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ഞങ്ങൾ എത്ര ഈ കോൺട്രാക്ടറോടും ഇവരോടൊക്കെ നിരവധി തവണ അതൊന്ന് ടച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. അവരാരും തീരെ ഇത് ഗൗനിക്കുന്നില്ല. പിന്നെ പറഞ്ഞാൽ ഇതിലെ പോകുന്ന അഴുക്കുചാല്, ഈ അഴുക്കുചാല് പഞ്ചായത്ത് ഒരു പ്രാവശ്യം JCB കൊണ്ടുവന്നൊക്കെ ക്ലീൻ ആക്കിയത്. അന്ന് കുറച്ച് വെള്ളം ഒഴിഞ്ഞു പോയിരുന്നു. അപ്പൊ രണ്ടാമത് ഹൈവേന്റെ തന്നെ ഒരു വർക്കിന്റെ ഭാഗമായിട്ട് ആ പോകുന്ന അഴുക്കുചാൽ അവിടെ ക്ലോസ് ആയി നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് വെള്ളം ഇവിടുന്ന് പോകുന്നില്ല. ഇനിയും ഇവിടെ മഴ പെയ്യുകയാണെങ്കിൽ ഈ സമയത്ത് ഇവിടെയുള്ള വീട്ടുകാരൊക്കെ വളരെ ദുരിതത്തിലാവും. എന്ന് വെച്ചാൽ വീട്ടിലേക്കൊക്കെ വെള്ളം കടക്കും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ ഇപ്പം ഞങ്ങൾക്കൊരു നിവൃത്തിയില്ല. എല്ലാ വിഭാഗം ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഹൈവേ അതോറിറ്റീസിന്റെ അടുത്തേക്ക് ഒരു സമര പരിപാടിക്ക് രൂപം കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നോക്കുന്നത്. അല്ലാണ്ട് ഞങ്ങൾക്ക് യാതൊരു നിവൃത്തിയില്ല. ഇവിടെ എത്തുന്ന ആളുകൾക്ക് വണ്ടി ഉണ്ടെങ്കിൽ പോലും അങ്ങോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. വൃദ്ധരും കുട്ടികളും പിന്നെ ഒളവള്ള പ്രൈമറി ഹെൽത്ത് സെന്റർ ഇവിടെയാണ്. അവിടേക്ക് പോകേണ്ട നിരവധി രോഗികളൊക്കെ ഈ ഭാഗത്തു കൂടിയാണ് പോകുന്നത്. എങ്ങനെ ഈ വെള്ളത്തിൽ കൂടി അവർക്ക് പോകാൻ പറ്റും? നമ്മളിവിടെ ഈ നാട്ടില് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ റോഡ് സംബന്ധമായിട്ടുണ്ട്. ഒന്ന്, അണ്ടർപാസ് ഇല്ലാത്തൊരു വിഷയം ഒന്ന്. പിന്നെ പറഞ്ഞാൽ ഇവിടെ മഴ പെയ്യുന്ന വെള്ളം പോകാനുള്ള യാതൊരു സൗകര്യങ്ങളും ഇവിടെ ഇല്ല. ഇപ്പൊ ഈ റോഡ് ഒരു 2 വീലർ തന്നെ നല്ല രീതിയിൽ കടന്നു പോകാനുള്ള ബുദ്ധിമുട്ടുകളാണ്.
പിന്നെ ഈ ഡ്രെയിനേജിലേക്കുള്ള ഓവുചാലാണ് ഇവര് അടച്ച് തീർത്തിട്ടത്. അത് വലിയൊരു വിഷയമാണ്. ഈ ഏരിയയിലുള്ള വെള്ളം മുഴുവൻ പോകാനുള്ള ഒരു സ്ഥലമാണ് വരുന്നത്. പിന്നെ ഈ സൈഡിൽ കൂടെ പോകുന്നുള്ള വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുകളും അത് ഇതിനു മുന്നേ ഞങ്ങൾ പരാതിപ്പെട്ടതാണ്. ഇന്ന് വരെ അതിനെ പറ്റിയിട്ടുള്ള ഒരു നടപടി ഉണ്ടായിട്ടുമില്ല.